ട്യൂസ്ഡേ ഈവനിങ് സമയം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്ന വഴിക്ക് നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് വന്നത്. മെയിനായിട്ടും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. കൂടെ ഞാനൊരു ഉപ്പുഭരണിയും കൂടെ വാങ്ങി കേട്ടോ. അപ്പോൾ ഉപ്പുഭരണി വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പോയ വഴിക്ക് വിലക്കുറവിന് കിട്ടിയപ്പോൾ ഒരെണ്ണം വാങ്ങി. അപ്പോൾ കൊഴുക്കട്ട, ശർക്കര വെച്ച ദോശ, അവൽ ഇതൊക്കെ നിവാങ്കുഞ്ഞിനും എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവൽ നനയ്ക്കാം. ഉപ്പുഭരണിയുടെ കൂട്ടത്തിൽ ഞാൻ 2 കപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കപ്പും വാങ്ങി. ഇതാണ് നമ്മുടെ ഉപ്പുഭരണി. നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കിൻ്റെ ഭരണിയാണ്. പിന്നെ മാമ്പഴം അവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ മാമ്പഴവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിവാങ്കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ അവൽ നനയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചായയും കൂടെ തിളയ്ക്കുന്നുണ്ട്. സാധാരണ ഏലക്കയും ജീരകമൊക്കെ വറുത്ത് പൊടിച്ചിടാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ശർക്കരയും തേങ്ങയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ചൂടിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവലൊക്കെ നനച്ചെടുത്ത് നിവാങ്കുഞ്ഞിന് ഉള്ളത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു. നിവാങ്കുഞ്ഞിനുള്ള പാല് അവൻ്റെ കപ്പിനകത്ത് ഒഴിച്ചു കൊടുത്തു. എനിക്കുള്ള കാപ്പിയും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബായ്.